ഈ അടുത്ത കാലത്ത് ഇന്ത്യയെ ഏറ്റവും അധികം ആഹ്ലാദിപ്പിച്ച ഒരു പ്രഖ്യാപനമാണ്. അതാണ് ട്രംപിന്റെ നെറ്റി ചുളിഞ്ഞതും മോദിയെ പുഞ്ചിരിപ്പിച്ചതും. ആ പ്രഖ്യാപനം മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി, ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് മൈക്രോസോഫ്റ്റ്. നമുക്കറിയാം, മൈക്രോസോഫ്റ്റ് ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതാണ്. ഏതാണ്ട് 17 ബില്യൺ അമേരിക്കൻ ഡോളർ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ പോകുന്നു, അതും നിർമ്മിതി ബുദ്ധിയിൽ, എഐയുടെ ഇന്ത്യൻ സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്രയും വലിയൊരു നിക്ഷേപത്തിന് മൈക്രോസോഫ്റ്റ് തയ്യാറാവുന്നു. മൈക്രോസോഫ്റ്റിന്റെ സിഇഒ സത്യ നദല്ലെ ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ആ ചിത്രമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അതേക്കുറിച്ച് സത്യ ട്വിറ്ററിൽ എഴുതി, ഇന്ത്യയിൽ ഏതാണ്ട് 1.5 ലക്ഷം കോടിയുടെ 17 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ നിക്ഷേപം വരാൻ പോകുന്നു. ഏത് മേഖലയിലാണ്? നിർമ്മിതി ബുദ്ധിയുടെ മേഖലയിൽ. നിർമ്മിതി ബുദ്ധിയുടെ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യം വളർത്തിയെടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, നൈപുണ്യ വികസനം നടത്തുക, 2 കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് എഐക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെ ആളുകളെ 10 മില്യൺ ആളുകൾക്ക് പരിശീലനം കൊടുക്കും. ഏതാണ്ട് 1 കോടി യുവതി യുവാക്കളെ ഈ എഐ ഉപയോഗം പരിശീലിപ്പിക്കും. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി അടിസ്ഥാനപരമായി മുടക്കുന്ന തുകയാണ് ഈ 1.5 ലക്ഷം കോടി രൂപ. ഇതുണ്ടാക്കുന്ന സാധ്യത എത്ര വലുതാണെന്ന് ഓർക്കും. ഏതാണ്ട് 1 കോടി ഇന്ത്യൻ യുവതി യുവാക്കൾക്ക് പരിശീലനം കൊടുത്തവരെ തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരും. അതുപോലെ ഈ വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതോടെ കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കുതിച്ചുകയറ്റമുണ്ടാവും. സത്യാനന്ദല്ലയുടെ പ്രഖ്യാപനമാണ്. മാത്രമല്ല മറ്റു പലരും ഇവിടെയുണ്ട്. ഇപ്പൊ കോഗ്നിസന്റ് എന്ന് പറയുന്ന ഇന്ത്യയിൽ തുടങ്ങി, ചെന്നൈയിൽ തുടങ്ങിയ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുണ്ട്. ഈ ഔട്ട്സോഴ്സിംഗ് കമ്പനിയാണ്. ഇന്ന് അമേരിക്കയിലാണ് അതിന്റെ ആസ്ഥാനം. ലോകത്തെ ഏറ്റവും വലിയ ഔട്ട്സോഴ്സിംഗ് കമ്പനികളിൽ ഒന്നാണ് കോഗ്നിസന്റ്. ഫോർച്യൂൺ 500 എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ 500 കമ്പനികളിൽ ഒന്നായി ഇടം പിടിച്ചു. ഇന്ത്യയിൽ തുടങ്ങി അമേരിക്കൻ കമ്പനിയായി മാറിയതാണ് കോഗ്നിസന്റ്. ഈ കോഗ്നിസന്റിന്റെ സിഇഒ രവികുമാർ, അയാളായിരുന്നു അതിന്റെ സ്ഥാപകൻ. ഇന്നലെ മോദിയെ കണ്ടു, നിക്ഷേപവുമായി എത്തുന്നു. അതുപോലെ ഇന്റൽ കോർപ്പറേഷന്റെ സിഇഒ ലിബ് ചാൻ, ഇന്റൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ചിപ്പ് നിർമ്മാതാക്കളാണ്. ഇന്ത്യയിൽ സെമി കണ്ടക്ടർ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നു. മോദിയെ ഇന്നലെ കണ്ടു. അങ്ങനെ അമേരിക്കൻ ടെക്കി ഭീമന്മാർ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് മൈക്രോസോഫ്റ്റിന്റെ പ്രഖ്യാപനമാണ്. മൈക്രോസോഫ്റ്റ് മേധാവി സത്യ നദല്ലെ 4 ദിവസത്തെ ഇന്ത്യൻ സന്ദർശനത്തിന് എത്തിയതാണ്. മുംബൈയിലും ഡൽഹിയിലും ബാംഗ്ലൂരിലും സന്ദർശിക്കുന്നുണ്ട്. ജനുവരിയിൽ ഏതാണ്ട് 3 ബില്യൺ 2 വർഷം കൊണ്ട് ഇന്ത്യയിൽ നിക്ഷേപിക്കും. അത് ക്ലൗഡ് സർവീസിൽ നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ 17 ബില്യൺ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. 2030 ആകുമ്പോഴേക്കുമാണ് ഏതാണ്ട് 1 കോടി ആളുകൾക്ക് പരിശീലനം കൊടുക്കുന്നത്. അത് ടയർ 2, ടയർ 3 സിറ്റികളിൽ ഫോക്കസ് ചെയ്യാനാണ് ശ്രദ്ധ. ടയർ 2, ടയർ 3 എന്ന് പറഞ്ഞാൽ മെട്രോ സിറ്റീസ് അല്ല. മുംബൈയും ബാംഗ്ലൂരും കൽക്കട്ടയും ഡൽഹിയൊന്നും അല്ല. നമ്മുടെ തിരുവനന്തപുരം അടക്കമുള്ള, കൊച്ചി അടക്കമുള്ള ചെറിയ സിറ്റികളിലേക്ക് അവർ വലിയ നിക്ഷേപം കൊണ്ടുവരികയാണ്. മൈക്രോസോഫ്റ്റിന്റെ നിക്ഷേപം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കുതിച്ചു പായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒന്നായിരിക്കുമെന്നും അത് പരിശീലനമാണ് മുഖ്യമെന്നും പറയുമ്പോൾ നമുക്ക് എങ്ങനെ അഭിമാനിക്കാതിരിക്കാൻ കഴിയും?